ഒരല്പം ദ്രവ്യമെങ്കിലും പൊങ്ങിക്കിടക്കുന്നെങ്കിൽ ആ ബ്രാൻഡ് പിന്നെ നിങ്ങൾ വാങ്ങരുത്. പെട്ടെന്ന് ജലത്തിന് നിറം മാറ്റം സംഭവിക്കുന്നെങ്കിൽ ഓർക്കുക, യഥാർത്ഥ ശുദ്ധമായ കരിക്കും വിഷം ചേർന്ന കരിക്കും തിരിച്ചറിയാൻ. മായം സർവത്ര മായം. ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തെ വേട്ടയാടുന്നത്. വിശ്വസിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത അവസ്ഥ. കാരണം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന് പല റോ മെറ്റീരിയൽസ് നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നതാണ്. വാങ്ങുന്ന ഏത് സാധനത്തിലും എവിടെ കൂടെയെങ്കിലും മായം കലർന്നിരിക്കുന്നു. നാം അറിയാതെ വിഷം കഴിക്കുന്നു. സ്ലോ കില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചില വസ്തുക്കളെങ്കിലും മായമുണ്ടോ ഇല്ലേ നമുക്ക് സ്വയം അറിയാൻ കഴിയും. ഉദാഹരണത്തിന് മുളക് പൊടി ഉപയോഗിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ല കാര്യം, കുറച്ച് മെനക്കെടുക. മുളക് വാങ്ങിക്കുക, കഴുകി ഉണക്കി എടുത്ത് മില്ലി കൊണ്ടുപോയി പൊടിച്ച് ആ മുളക് പൊടി ഉപയോഗിക്കും. ശുദ്ധമായിരിക്കും, ഒരു മായം ഇല്ല അതിനകത്ത്. ഇനി മുളക് പൊടി അതിനൊന്നും സമയമില്ല, ഇപ്പോൾ തിരക്കാണ് എങ്കിൽ ആ മുളക് പൊടി നിങ്ങൾ വാങ്ങിക്കുക, ഒരു സാമ്പിൾ എടുത്ത് വെള്ളത്തിലിടുക. അത് ശുദ്ധമായ മുളക് പൊടിയാണെങ്കിൽ അത് വെള്ളത്തിൽ താഴ്ന്നു പോകും. മായം കലർന്നിട്ടുണ്ടെങ്കിൽ ആ മായം കലർന്ന സാധനങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ മുളക് പൊടിയിൽ ഒരു സാമ്പിൾ എടുത്ത് വെള്ളത്തിലിടുമ്പോൾ അത് പൂർണ്ണമായിട്ട് താഴ്ന്നു പോയെങ്കിൽ ആ മുളക് പൊടി നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒരല്പം ദ്രവ്യമെങ്കിലും പൊങ്ങിക്കിടക്കുന്നെങ്കിൽ ആ ബ്രാൻഡ് പിന്നെ നിങ്ങൾ വാങ്ങരുത്. അതുപോലെ മുളക് പൊടി അല്പം കയ്യിലെടുത്ത് ഒന്ന് നന്നായിട്ട് അമർത്തി തിരുമ്മി നോക്കുക. ഒരുപാട് കരടുകൾ വലിപ്പത്തിൽ കയ്യിൽ തടയുകയാണെങ്കിൽ അത് ചുടുകൽ പൊടിയോ മറ്റപദ്രവ്യങ്ങളായിരിക്കും. ശുദ്ധമായ മുളക് പൊടിയിൽ വലിയ കണികകൾ ഉണ്ടാവില്ല. മല്ലിപ്പൊടി വാങ്ങിയാൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലല്പം മല്ലിപ്പൊടി വിതറുക. ശുദ്ധമായ മല്ലിപ്പൊടിയാണെങ്കിൽ ഒരുപാട് സമയമെടുത്തായിരിക്കും ജലത്തിന് നിറം മാറുക. പെട്ടെന്ന് ജലത്തിന് നിറം മാറ്റം സംഭവിക്കുന്നെങ്കിൽ ഓർക്കുക, അത് മായം ചേർത്ത മല്ലിപ്പൊടിയാണ്, ശുദ്ധമായ മല്ലിപ്പൊടിയല്ല. ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരു സാമ്പിൾ എടുത്ത് വെള്ളത്തിലിടുക. വെള്ളത്തിന് മഞ്ഞ നിറം വരും, പക്ഷേ സമയമെടുക്കും. മായം കലർന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത് പെട്ടെന്ന് വെള്ളത്തിന് നിറം മാറും. അത് കെമിക്കൽസ് ചേർത്ത പോയിസണസ് രാസവസ്തുക്കൾ ചേർത്തുണ്ടാക്കിയ നിറമാണ്. അത് ജലത്തിന് നിറം പെട്ടെന്ന് മാറ്റിത്തരും. 100% ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ വളരെ സമയമെടുത്ത് സാവധാനം ആയിരിക്കും നിറം മാറി വരിക. ഇതുപോലെ കുരുമുളക് വാങ്ങിയാൽ അതും വെള്ളത്തിലിട്ട് നോക്കുക. ശുദ്ധമായ കുരുമുളക് വെള്ളത്തിൽ താഴ്ന്നു പോകും. സാധാരണ കുരുമുളകിലൊക്കെ പപ്പായയുടെ കുരു ഉണക്കിക്കൂടെ ഇടാറുണ്ട്, കണ്ടാൽ അറിയാൻ പറ്റില്ല. പക്ഷേ പപ്പായയുടെ കുരുവൊക്കെ വെള്ളത്തിലിട്ടാൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും, പ്ലവനം ചെയ്ത് പൊങ്ങി കിടക്കും, കുരുമുളക് താണു പോകും. ഇതുപോലെ പഴങ്ങൾ വാങ്ങുമ്പോൾ, മാമ്പഴമൊക്കെ വാങ്ങുമ്പോൾ 1-2 കറുത്ത പുള്ളിയെങ്കിലും ഉള്ള മാമ്പഴം നോക്കി വാങ്ങുക. ഒരു കറുത്ത പുള്ളിയും ഇല്ലാത്തതാണെങ്കിൽ അത് ഒരുപക്ഷെ കാൽസ്യം കാർബൈഡ് എന്ന വിഷവസ്തു ചേർത്ത് പഴുപ്പിച്ചതാകാം. അത്തരം മാങ്ങ കറുത്ത പുള്ളിയൊന്നും വീഴാതെ ദീർഘനാൾ കേടുകൂടാതിരിക്കും. അതുപോലെ വെള്ള വസ്തുവിൽ ചുണ്ണാമ്പ് പോലെ ഒലിച്ച അടയാളമെല്ലാം കാണുകയാണെങ്കിൽ അതും കാൽസ്യം കാർബൈഡ് ചേർത്ത മാങ്ങയായിരിക്കും. അത്തരം മാങ്ങയും ഒഴിവാക്കും. ഇതുപോലെ വാഴപ്പഴങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണും കുലകളിൽ കായകൾ പഴുത്തിട്ടുണ്ടാവും, പക്ഷേ അപ്പോഴും ആ കായയുടെ തണ്ട് പച്ച നിറത്തിലിരിക്കും. അങ്ങനെ തണ്ട് പച്ച നിറവും പഴം മഞ്ഞ നിറവുമാണെങ്കിൽ ഓർക്കുക, അത് വിഷവസ്തുക്കൾ കുത്തിവെച്ച് പഴുപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ തണ്ടിൻ്റെ നിറം മാറില്ല, പഴത്തിൻ്റെ നിറം മാറും. ഇവർ കുത്തിവെക്കുന്നവർ കായിലേ കുത്തിവെക്കാറുള്ളൂ, തണ്ടിൽ കുത്തിവെക്കാറില്ല. അതുകൊണ്ട് തണ്ട് പച്ച നിറത്തിൽ തുടരും, പഴം മഞ്ഞ നിറത്തിലാവും. അങ്ങനത്തെ പഴം വാങ്ങാതിരിക്കുക. ഇതുപോലെ ആപ്പിൾ പോലുള്ള പഴങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു ചെറിയ പീസെങ്കിലും എടുത്ത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് നോക്കുക. തിളച്ച വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ മെഴുക് ചേർത്ത ആപ്പിളൊക്കെ ആണെങ്കിൽ ആ ഉരുകിയ മെഴുക് വെള്ളത്തിന് മോളി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉരുകിയ മെഴുകൊന്നും മോളി വരുന്നില്ലെങ്കിൽ അത് മെഴുക് തേക്കാത്തതാണ്. ആ മെഴുക് തേച്ചതാണെങ്കിൽ ആ തൊലിയൊക്കെ മുഴുവൻ ചെത്തി കളഞ്ഞിട്ടേ കഴിക്കാവൂ. അല്ലെങ്കിൽ തന്നെ പൊതുവെ ഏത് പഴം കടയിൽ നിന്ന് വാങ്ങിച്ചാലും വിഷം അംശം കാണും. തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് കഴിക്കുക. എന്നാലും മരത്തിൻ്റെ മൂട്ടിലൊക്കെ ഒരു വിഷം അടിക്കും. അത് മരത്തിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് പഴത്തിൻ്റെ അകത്തുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് അറിയാനും കഴിയില്ല. അങ്ങനെ പഴങ്ങളിലും മായങ്ങളിൽ നിന്നുണ്ട്. ഇന്ന് കരിക്കുകളിൽ പോലും വിഷം ഉണ്ട്. പണ്ട് ശബരിമല പോകുമ്പോൾ എൻ്റെ അച്ഛൻ വഴിയിൽ കരിക്ക് മാത്രമേ അച്ഛൻ വാങ്ങിച്ചു തരുള്ളായിരുന്നു. കാരണം അച്ഛൻ പറയും ശുദ്ധമായിട്ട് കഴിക്കാൻ പറ്റിയ ഏക സാധനം കരിക്കാണ്, അതിലൊരു മായം കലരില്ല. പക്ഷെ ഇന്നങ്ങനെയല്ല. തമിഴ്നാട്ടിലൊക്കെ പോയാൽ തെങ്ങുകളിൽ ദ്വാരമെടുത്ത് സിങ്ക് സൾഫൈഡ് എന്ന വിഷം അകത്ത് വെച്ച് മണ്ണ് വെച്ച് അങ്ങ് അടച്ചു വെച്ചേക്കും. ഇത് തെങ്ങ് വഴി കരിക്കിലൊക്കെ എത്തുകയും ആ കരിക്ക് വാടാതെ രുചി മാറാതെ ദീർഘനാൾ നിൽക്കുകയും ചെയ്യും. അങ്ങനെ വിഷം കലർന്ന കരിക്കുകളാണ് ഇന്ന് നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നത്.
അപ്പോൾ കരിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ സ്വന്തം തെങ്ങിൽ നിന്ന് വെട്ടി കഴിക്കുക, വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. അത് യഥാർത്ഥ ശുദ്ധമായ കരിക്കും വിഷം ചേർന്ന കരിക്കും തിരിച്ചറിയാൻ നമുക്ക് മാർഗമില്ല. അത് ലാബിലൊക്കെ കൊടുത്താൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ റിസൾട്ട് കിട്ടാൻ കുറേ സമയമെടുക്കും, പെട്ടെന്നൊന്നും കിട്ടില്ല. അതുകൊണ്ട് കരിക്കൊക്കെ സ്വന്തം തെങ്ങിൽ നിന്ന് വെട്ടി കഴിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുക. കാരണം ഇന്ന് വെളിച്ചെണ്ണയിൽ സർവത്ര മായമാണ്. ഇനി സ്വന്തമായിട്ട് തെങ്ങൊന്നും ഇല്ലാത്തവർ കാര്യം ചെയ്ത് തേങ്ങ വാങ്ങിച്ച് വെയിലത്തിട്ട് ഉണക്കി കൊപ്രയാക്കി കടയിൽ കൊടുത്ത് ആട്ടി വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. പാരഫിൻ എന്നൊരു വസ്തു ഉരുക്കി ചേർത്ത് വെളിച്ചെണ്ണയിൽ നിന്ന് ചേർക്കുന്നുണ്ട്. അത് കണ്ടാൽ വെളിച്ചെണ്ണയുടെ അതേ മണവും നിറമൊക്കെ ആകുന്ന രീതിയിലാക്കിയാണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. അത്തരം വെളിച്ചെണ്ണയ്ക്ക് വില കുറവാണ്. അതുപോലെ തമിഴ്നാട്ടിൽ ഇന്ന് പലയിടത്തും എൻജിൻ ഓയിലിനെ വരെ റിഫൈൻ ചെയ്ത് വെളിച്ചെണ്ണ പോലെ ആക്കി നമ്മുടെ വെളിച്ചെണ്ണയുടെ പകുതി വിലയ്ക്ക് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. പല കടകളിലും വടയൊക്കെ ഉണ്ടാക്കാൻ ഇത്തരം റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ക്യാൻസർ ഉണ്ടാക്കും. അതുകൊണ്ട് വടയൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കൂ. അതുപോലെ തണ്ണിമത്തൻ, നല്ല കടുത്ത ചുവന്ന നിറമുള്ള തണ്ണിമത്തൻ വാങ്ങാതിരിക്കുക. ഇളം ചുവപ്പ് നിറമുള്ളത് വാങ്ങിച്ചാൽ മതി. തണ്ണിമത്തനിൽ സിറിഞ്ച് ഉപയോഗിച്ച് രാസവസ്തുക്കൾ, നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമായ രാസവസ്തുക്കൾ കുത്തിച്ച് നിറച്ചാണ് ഇന്ന് പലപ്പോഴും തണ്ണിമത്തന് നല്ല നിറം വരുത്തുന്നത്. അതുകൊണ്ട് തണ്ണിമത്തനും ഇന്നത്ര വിശ്വാസയോഗ്യമല്ല. കടുത്ത നിറമുള്ള തണ്ണിമത്തൻ ഒഴിവാക്കും. ഇനി ഇതിനൊക്കെ അറിയാൻ ധരിച്ച് നല്ലൊരു എളുപ്പവഴിയുണ്ട്. ഭക്ഷ്യയോഗ്യമായ സാധനങ്ങളെല്ലാം ഒരു ചെറിയ സാമ്പിൾ മുറിച്ച് തറയിലിട്ടേക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഉറുമ്പരിക്കുന്നുണ്ടോ നോക്കുക. ഉറുമ്പരിക്കുന്ന വസ്തുവാണെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങളിട്ട സാമ്പിളിൽ ഉറുമ്പരിക്കുന്നേ ഇല്ല എങ്കിൽ, വീട്ടിൽ ഉറുമ്പൊന്നും ഇല്ലാത്ത സ്ഥലമാണ് നേരിട്ട് വിഷമിക്കേണ്ട, ഉറുമ്പ് സ്വയം വന്നോളും. ഭക്ഷണയോഗ്യമായ വസ്തുവാണെങ്കിൽ മുറ്റത്തെങ്ങാനും ഇട്ടിരുന്നാൽ ഉറുമ്പ് വരും, ഉറുമ്പരിക്കും. ആ സാമ്പിളിട്ട വസ്തു നിങ്ങൾ കഴിച്ചോളൂ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഉറുമ്പരിക്കുന്നില്ലെങ്കിൽ ആ സാധനം പൂർണ്ണമായിട്ട് ഒഴിവാക്കും. നേച്ചേഴ്സ് വണ്ടർഫുൾ അനാലിസ്റ്റ്, നല്ലൊരു അനാലിസിസ് നടത്തുന്ന ജീവിയാണ് ഉറുമ്പ്. ഉറുമ്പ് കഴിക്കാത്ത ഒരു വസ്തുവും നിങ്ങൾ കഴിക്കരുത്. അതിനകത്തൊക്കെ അപകടം പതിയിരിക്കും. അതുപോലെ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ സർഫസ് മൊത്തം പരിശോധിക്കുക. എവിടെയെങ്കിലും ഒരു ചെറിയ സുഷിരമെങ്കിലും കണ്ടാൽ, തണ്ണിമത്തൻ ഉൾപ്പെടെ എവിടെയെങ്കിലും ഒരു ചെറിയ സുഷിരം നിങ്ങൾക്ക് കാണാനിടയാൽ അത് വാങ്ങരുത്. കാരണം ആ സുഷിരം സിറിഞ്ച് വെച്ച് രാസവസ്തു കുത്തിവെച്ച് വിഷം നിറച്ചതോ നിറം കൊടുത്തതോ ആണ്. അപ്പോൾ സിറിഞ്ച് കുത്തിവെച്ച ഹോൾസുള്ള ഒരു പഴവും വാങ്ങരുത്. അങ്ങനത്തെ ഒരു ഭക്ഷ്യവസ്തുവും വാങ്ങരുത്. ഈ രീതിയിലൊക്കെ നിങ്ങൾക്കും കുറേയൊക്കെ അനാലിസിസ് നടത്തി വിഷവസ്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ വിഷവസ്തുക്കൾ നിങ്ങളാരും വാങ്ങാതിരുന്നാൽ അത് വിറ്റുപോകുന്നില്ല എന്ന് കണ്ട് ക്രമേണ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായിക്കോളും. ഇപ്പോൾ ഈ വിഷം കലർന്ന വസ്തുക്കൾ മാർക്കറ്റിൽ നന്നായിട്ട് വിൽക്കുന്നത് കൊണ്ടാണ് വിഷം കൂടുന്നത്. നിങ്ങളായിട്ട് നിങ്ങളുടെ വിന വരുത്തി വയ്ക്കരുത്. ഇത്തരം വിഷങ്ങളുള്ളതൊക്കെ പരിശോധിച്ച് വിഷവസ്തുക്കൾ ഒഴിവാക്കി, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാമ്പിൾ ഉറുമ്പിന് കൊടുത്ത് ഉറുമ്പരിക്കുന്നുണ്ടോ എന്നെങ്കിലും നോക്കി പരിശോധിച്ചിട്ടെങ്കിലും കഴിക്കൂ. അങ്ങനെ വിഷം കലർന്ന വസ്തുക്കൾ നിങ്ങൾ വർജിക്കാൻ തുടങ്ങുമ്പോൾ, അതിൻ്റെ വിൽപ്പന ഇല്ലാതാകുമ്പോൾ വിഷം കലരുന്നത് അവസാനിക്കും. ഇതിന് പുറമെ എനിക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോടാണ് ഒരു അഭ്യർത്ഥന. നിങ്ങളൊന്നുകൂടി സുസജ്ജമാവുക, ആക്റ്റീവാവുക. കടകളിലും ഫാക്ടറികളിലും നിരന്തരം പരിശോധന നടത്തുകയും സത്യസന്ധമായ പരിശോധന നടത്തി മായം കലർന്ന ഫുഡുകൾ നിരോധിക്കുകയും കലർന്നവർക്കെതിരെ കർശന ശിക്ഷണ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. പല വിദേശ രാജ്യങ്ങളിലും ഇത് കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും ധൈര്യമായിട്ട് ഏത് കടയിൽ നിന്ന് എന്തും വാങ്ങി കഴിക്കാം. നമ്മുടെ നാട്ടിൽ ഇന്ന് അങ്ങനെ പറ്റുന്നില്ല. അതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടി ആക്റ്റീവായിട്ട് നടപടി എടുക്കേണ്ടതുണ്ട് എന്ന് അവരോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തിക്കോട്ടെ. താങ്ക് യു.